വി.എസ്. ശിവകുമാർ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകും എന്ന് പറഞ്ഞ് ജനം ടി വിയൊക്കെ തന്നെ നിരവധി വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹം LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വീഡിയോ ആദ്യമേ തന്നെ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഇതിൻ്റെ ചില കാരണങ്ങളിലേക്ക് വരാം. അതിൽ പറയാൻ കഴിയുന്ന സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും പറയാൻ കഴിയുന്ന കാരണങ്ങളിലേക്കൊക്കെ തന്നെ വരാം. അതിന് പ്രധാനപ്പെട്ട പലരെയും ഞാൻ വിളിക്കുകയും അവരോടൊക്കെ ചിലരോട് സംസാരിക്കുകയും ഈ വി.എസ്. ശിവകുമാറിനെ തന്നെ വിളിക്കുകയും അദ്ദേഹം ഒരു മീറ്റിങ്ങിലായതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ കഴിയാതിരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത് തിരുവനന്തപുരം, നേരത്തെ തിരുവനന്തപുരം സെൻട്രൽ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന മണ്ഡലങ്ങൾ തിരുവനന്തപുരം അദ്ദേഹത്തിന് വേഗണം, അല്ലെങ്കിൽ അവിടെ UDFിൻ്റെ സ്ഥാനാർത്ഥിയാകണം എന്ന് പറയുന്ന ഒരു താല്പര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ താല്പര്യമുണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 2016 അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചതാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് മുതലുള്ള കണക്കുകളെ നിങ്ങളോട് പറയുന്നുള്ളൂ. അതിൽ വി.എസ്. ശിവകുമാർ 46,474 വോട്ടുകൾ നേടിയിരുന്നു. 36.82% വോട്ടുകൾ നേടിയിരുന്നു. പക്ഷേ അന്ന് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ആൻ്റണി രാജുവാണ് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 28.18% വോട്ടുകളെ കിട്ടിയുള്ളൂ. എന്നാൽ 35,569 വോട്ടുകളെ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു 11,000 വരുന്ന വോട്ടുകളുടെ ബലത്തിൽ അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം 2016. അതേസമയം BJPക്ക് അവിടെ വോട്ടുകൾ കുറവല്ല. 28.18% UDFിന് കിട്ടുമ്പോൾ BJPക്ക് അവിടെ 27.54% വോട്ടുകൾ കിട്ടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 35,000 വോട്ടുകൾ UDFിന് കിട്ടുമ്പോൾ BJPക്ക് അവിടെ കിട്ടുന്നത് 34,746 അന്ന് SC ശ്രീശാന്താണ് മത്സരിച്ചത്. ക്രിക്കറ്ററായിട്ടുള്ള ആളാണ് മത്സരിച്ചത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. അപ്പോൾ അത് 2016 സംഭവിച്ചു. 2016 വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അവിടെ ബിജു രമേശ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, വലിയ സമ്പന്നനായിട്ടുള്ള ഒരാൾ വന്ന് മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മക്കളും അതുപോലെ തന്നെ ഈ പറയുന്ന അടൂർ പ്രകാശിൻ്റെ മക്കളും തമ്മിലാണ് കല്യാണം കഴിച്ചേക്കുന്നത്. അവരുടെ കുടുംബപരമായ അങ്ങനെ ഒരു ബന്ധമുണ്ട്. അപ്പോൾ അദ്ദേഹം വലിയ സമ്പന്നനായിട്ടുള്ള വ്യവസായിയാണ്, ബാർ ഹോട്ടലിൻ്റെ ഉടമയാണ്. അദ്ദേഹം ADMKയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവർ മത്സരിച്ചിരുന്നു. അവിടെ 5,762 വോട്ടുകൾ മേടിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഉണ്ടായിട്ട് പോലും അവിടെ വി.എസ്. ശിവകുമാർ 11,000 വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു. അപ്പോൾ അങ്ങനെ ജയിക്കുകയാണ് 2014 സംഭവിച്ചത്. അതിന് നമുക്കറിയാം അത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ അദ്ദേഹം മന്ത്രിയായിരുന്നു, അതിനു മുമ്പ് MP ആയിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. പക്ഷേ 2021 വരുമ്പോൾ അദ്ദേഹം ആൻ്റണി രാജുവിനോട് പരാജയപ്പെട്ടു. ഏതാണ്ട് ഒരു 6,000 ചില്ലാൻ 6,800 വരുന്ന വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. അന്നും പക്ഷേ അദ്ദേഹത്തിന് 32% വോട്ടേ എന്ന് കിട്ടാനുള്ളൂ. അതായത് വി.എസ്. ശിവകുമാറിന് കിട്ടിയുള്ളൂ. ആ വി.എസ്. ശിവകുമാറിന് 41,669 വോട്ടുകളാണ് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഒരു 5,000 വോട്ടുകൾ അദ്ദേഹത്തിന് കുറവാണ് കിട്ടിയത് എന്നുള്ളത് ചുരുക്കം. ആ വോട്ടിനാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ അവിടെ പരാജയപ്പെടുന്നത്. അതേസമയം ആൻ്റണി രാജുവിന് കഴിഞ്ഞ തവണ ആൻ്റണി രാജു മത്സരിച്ചപ്പോൾ 35,000 വോട്ടുകളെ കിട്ടിയുള്ളൂവെങ്കിൽ അത് 13,000 വോട്ടുകൾ കൂടി വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് 10% വോട്ടുകളുടെ വർധനവുണ്ടാക്കാൻ കഴിഞ്ഞു. 28-ൽ നിന്ന് 10% വോട്ടുകൾ 38% അദ്ദേഹത്തിന് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. അതേസമയം BJPക്ക് 2021 വരുമ്പോൾ ഏതാണ്ട് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ളതിനേക്കാൾ വെറും 200 വോട്ടുകൾ മാത്രമാണ് കിട്ടിയത്. അവരുടെ പെർസെൻറ്റേജ് ഒരു ചെറുതായിട്ട് താഴുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ടോട്ടൽ വോട്ടിൻ്റെ കാര്യത്തിൽ വർധനവുണ്ടായെങ്കിലും അവരുടെ വോട്ടുകൾ കേവലം 34,996 ആയത്. 27.29%. ഏതാണ്ട് കഴിഞ്ഞ തവണ കിട്ടിയിട്ടുള്ള അതേ ശതമാനം തന്നെ ചെറിയ തോതിൽ കുറവുണ്ടായി. 200 വോട്ടുകളുടെ കുറവുണ്ടായി. ഇതാണ് 2016 2021 സംഭവിച്ചിട്ടുള്ളത്. വി.എസ്. ശിവകുമാർ അതിനു മുമ്പ് നമുക്കറിയാം DC പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം MP ആയിരുന്നു. കെ കരുണാകരൻ പെട്ടെന്ന് സുപ്രഭാതത്തിൽ കൊണ്ടുവന്ന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാളായിരുന്നു. അതിനുശേഷം അദ്ദേഹം ആരോഗ്യമന്ത്രിയായിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ശേഷമാണ് 2016 അദ്ദേഹം ജയിക്കുകയും 2021 പരാജയപ്പെടുകയും ചെയ്യുന്നത്. പരാജയപ്പെടുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ട നിരവധി വോട്ടുകൾ കഴിഞ്ഞ തവണ BJPയിലേക്ക് കൂടി പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ വാസ്തവമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ സംഭവിച്ചു. പ്രത്യേകിച്ച് ആൻ്റണി രാജു ആ വോട്ടുകളൊക്കെ തന്നെ മേടിച്ചെടുത്തു, അവിടെ ജയിച്ചു. ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആൻ്റണി രാജു അവിടെ സ്ഥാനാർത്ഥിയാകാനൊരു സാധ്യതയില്ല. കാരണം അദ്ദേഹം അയോഗ്യത കൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാമല്ല. അത് തന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഒരു വിദേശ പൗരൻ്റെ ഈ പറയുന്ന പോലെ അണ്ടർവെയർ മാറ്റി, അതും കോടതിയിലിരുന്ന് അണ്ടർവെയർ മാറ്റി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നൊരു കേസിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ അവിടെ ആൻ്റണി രാജു മത്സരിക്കില്ല. പക്ഷേ ആ സീറ്റ് ജനാധിപത്യ കേരള കോൺഗ്രസിന് കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ആ ജനാധിപത്യ കോൺഗ്രസുമായിട്ട് ചില നീക്കുപോക്കുകൾ ഉണ്ടായിക്കൊണ്ട് വി.എസ്. ശിവകുമാർ തന്നെ ആ സീറ്റിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്താനിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം BJPയുടെ സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. കാരണം മറ്റു പല മണ്ഡലങ്ങളിലേക്കൊക്കെ അദ്ദേഹത്തിന് ഓഫറുകൾ പറയുന്നുണ്ട്. അതൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. കാരണം അവിടെയുള്ള ചില വിശദാംശങ്ങളൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ വളരെ കൃത്യമായി ജയിക്കാൻ കഴിയുന്നൊരു മണ്ഡലം തനിക്ക് ഇതാണ് എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് വി.എസ്. ശിവകുമാർ എത്തുന്നുണ്ട്.
അതിൽ NSSൻ്റെയൊക്കെ സപ്പോർട്ടുമൊക്കെ ഉണ്ടായേക്കാം എന്ന് പറയുന്ന പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഇത് 2016-ലെയും 2021-ലെയും കണക്കുകളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞതെങ്കിൽ, ഇനി 2024-ലെ ലോക്സഭയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ലോക്സഭയിൽ അവിടെ ഈ പറയുന്ന ട്രിവാൻഡ്രത്തുള്ള അസംബ്ലി മണ്ഡലം എങ്ങനെയാണ് വോട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ ആ ലോക്സഭയാണ് VS ശിവകുമാറിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ എന്ന് പറയുന്നത്. കാരണം UDFന് 48,296 വോട്ടുകൾ കിട്ടി. ശശി തരൂരാണ് മത്സരിച്ചതെന്ന് അറിയാലോ. ശശി തരൂരിന് വോട്ടുകൾ കൂടുതൽ കിട്ടിയിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്ന് ഈ പറയുന്ന പോലെ കോവളവും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഈ ട്രിവാൻഡ്രം പോലെയുള്ള ചില മണ്ഡലങ്ങളിലാണ് അദ്ദേഹത്തിന് വലിയ വോട്ടുകൾ കിട്ടിയത്. അപ്പോൾ ആ വോട്ടുകൾ കിട്ടിയത്, അതായത് BJPയേക്കാൾ കൂടുതൽ വോട്ടുകൾ നേടാൻ കഴിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഈ പറയുന്ന പാറശാലയും അതുപോലെ തന്നെ കോവളവും പിന്നെ ഈ നെയ്യാറ്റിൻകരയും കൂടാതെ ഈ പറയുന്ന പോലെ തിരുവനന്തപുരവുമാണ്. അപ്പോൾ ബാക്കിയുള്ള മൂന്നിടങ്ങളിലും രാജീവ് ചന്ദ്രശേഖർക്ക് വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ അദ്ദേഹം മറികടന്നതാണ്. അതിൽപ്പെട്ടൊരു മണ്ഡലമാണ് ഈ പറയുന്ന തിരുവനന്തപുരം എന്ന് പറയുന്നത്. അന്ന് LDFന് അവിടെ 27,076 വോട്ടുകളും UDFന് 42,290 വോട്ടുകളും BJPക്ക് 43,755 വോട്ടുകളും മാത്രമാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ 4,541 വോട്ടുകളുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് അവിടെ കിട്ടിയിരുന്നു എന്നുള്ളതാണ്, കോൺഗ്രസിന് കിട്ടിയിരുന്നു. ഇനി ഇതിൻ്റെ വിശദാംശങ്ങൾ നിങ്ങൾ അറിയണമെങ്കിൽ ബാക്കി, അതായത് ആ തിരുവനന്തപുരം ലോക്സഭയിലെ ബാക്കി ഉള്ള 6 നിയമസഭാ മണ്ഡലങ്ങളിലും എങ്ങനെയായിരുന്നു പെർഫോമൻസ് എന്ന് കൂടി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. അതായത് കഴക്കൂട്ടത്ത് ഞാൻ UDFൻ്റെയും LDFൻ്റെയും BJPയുടെയാണ് ക്രമത്തിൽ പറയുന്നത്. UDFന് 39,600 വോട്ടുകൾ കിട്ടി, LDFന് 34,300 വോട്ടുകൾ കിട്ടിയപ്പോൾ BJP കിട്ടിയത് 50,400ഓളം വരുന്ന വോട്ടുകളാണ്. ഓക്കെ, ഞാനത് 444ഒക്കെയാണ്, ഞാനത് റൗണ്ട് ചെയ്ത് പറഞ്ഞു എന്നുള്ള 50,400ഓളം വരുന്ന വോട്ടുകളാണ്. അതേസമയം വട്ടിയൂർക്കാവ് കിട്ടിയത് UDFന് 44,000 വോട്ടുകളാണ്, BJPക്ക് 44,800 വോട്ടുകളാണ്, 53,000 വോട്ടാണ് BJP കിട്ടിയത്, 28,300 വോട്ടുകളാണ് LDFന് കിട്ടിയിട്ടുള്ളത്. നേമത്തേക്ക് വരുമ്പോൾ നേമത്ത് വലിയ ഭൂരിപക്ഷമാണ് BJPക്ക് ഉണ്ടായിട്ടുള്ളത്. 61,227 വോട്ടാണ് BJPക്ക് കിട്ടിയതെങ്കിൽ 33,300 വോട്ടുകളാണ് LDFന് കിട്ടിയത്. UDFന് കിട്ടിയത് 39,000 വോട്ടാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ വലിയ മജോറിറ്റിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന നേമത്ത് ഈ രണ്ട് കക്ഷികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 22,000-വും 27,000-ത്തിൻ്റെയും വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് അത് രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞിട്ടുണ്ട്. പാറശാലയിലേക്ക് വരുമ്പോഴാണ്, അതായത് നേമത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും കഴക്കൂട്ടത്തും വളരെ കൃത്യമായി ലോക്സഭയിലെ 7 മണ്ഡലങ്ങളാണ്, നിയോജക മണ്ഡലങ്ങളാണ്, നിയമസഭാ മണ്ഡലങ്ങളാണ് ലോക്സഭയിൽ ഉണ്ടാവുക. അതിൽ 3 എണ്ണത്തിലും BJP വളരെ കൃത്യമായി ലീഡ് ചെയ്തിരുന്നു. BJP ലീഡ് ചെയ്യാത്ത മണ്ഡലങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അത് തിരുവനന്തപുരമാണ്. രണ്ടാമത്തേത് പാറശാലയാണ്. പാറശാലയിൽ BJPക്ക് 45,000 വോട്ടുകൾ, 45,900, നമുക്ക് 46,000 ഒന്ന് കണക്കൂട്ടാം, 46,000 വോട്ടുകൾ കിട്ടിയപ്പോൾ 59,000 വോട്ടുകളാണ് അവിടെ UDFന് കിട്ടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ 13,000 വോട്ടുകളുടെ മജോറിറ്റി കൃത്യമായി പാറശാലയിൽ ശശി തരൂരിന് കിട്ടിയിരുന്നു രാജീവ് ചന്ദ്രശേഖരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കോവളത്ത് എടുത്തു നോക്കുമ്പോൾ 47,300 വോട്ടുകളാണ് BJPക്ക് കിട്ടിയതെങ്കിൽ LDFന് 39,000 വോട്ടേ ഉള്ളൂ, 39,100 വോട്ടേ ഉള്ളൂ. പക്ഷേ കോൺഗ്രസിലേക്ക് വരുമ്പോൾ കോൺഗ്രസിന് കിട്ടിയത് 64,000-ഓളം വരുന്ന വോട്ടുകളാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ വ്യത്യാസം, 17,000 വോട്ടുകളുടെ വ്യത്യാസം അവിടെ കോവളത്ത് ഈ പറയുന്ന ശശി തരൂരിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. നെയ്യാറ്റിൻകരയിലേക്ക് വരുമ്പോഴും സ്ഥിതി വ്യത്യസ്തമല്ല. 36,000 വോട്ടുകളാണ് യഥാർത്ഥത്തിൽ BJP കിട്ടിയത്, 35,500 വോട്ടുകളാണ് LDFന് കിട്ടിയത്. എന്നാൽ 58,749 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ 58,749 വോട്ടുകളാണ് നെയ്യാറ്റിൻകരയിൽ പൂർണ്ണമായിട്ടും ഈ പറയുന്ന ശശി തരൂരിന് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 22,000-ഓളം വരുന്ന വോട്ടുകളുടെ ഭൂരിപക്ഷം നെയ്യാറ്റിൻകരയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതായത് നെയ്യാറ്റിൻകരയിലും പാറശാലയിലും കോവളത്തുമുള്ള ഭൂരിപക്ഷത്തിൻ്റെ ബേസിലാണ്, തിരുവനന്തപുരത്ത് കൂടിയുള്ള ഭൂരിപക്ഷത്തിൻ്റെ ബേസിലാണ് അവിടെ ശശി തരൂർ ജയിച്ചു കയറിയത്. അതേസമയം നിങ്ങൾ ശ്രദ്ധിക്കണം, കഴക്കൂട്ടത്തും അതുപോലെ തന്നെ വട്ടിയൂർക്കാവിലും കൂടാതെ നേമത്ത് വലിയ ഭൂരിപക്ഷവും BJPക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് മറന്നുപോകരുത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ കുറേ കൂടി സേഫ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ് UDFന്. നമുക്ക് കണക്കുകളൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ തിരുവനന്തപുരം കിട്ടിയില്ലെങ്കിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി വരും. കാരണം അതിലാകെ ആന്റണി രാജു മാത്രമേ മത്സരിക്കാനുള്ളൂ. അപ്പോൾ ആന്റണി രാജുവുമായിട്ട് ചില വിഭവങ്ങളുടെയൊക്കെ കാര്യത്തിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാക്കിയാൽ അങ്ങനെ മത്സരിക്കാൻ കഴിയും. ചില സാമ്പത്തികമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ മത്സരിപ്പിക്കാൻ കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇനി ഇത് 2016-ലെയും 2021-ലെയും 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെയും കാര്യങ്ങൾ കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. അത് തിരുവനന്തപുരം മണ്ഡലത്തിലുള്ള ലോക്കൽ ബോഡിയുടെ റിസൾട്ടാണ്. ആ ലോക്കൽ ബോഡിയിൽ യഥാർത്ഥത്തിൽ UDFന് അവിടെ 33,544 വോട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്.
NDAക്ക് 34,450 വോട്ടുകളാണ്. അവിടെ LDFിനാണ് ഈ ലോക്കൽ ബോഡിയിൽ മുൻതൂക്കമുള്ളത്. 40,796 വോട്ടുകളാണ്. അത് 6,346 വോട്ടുകൾക്ക് LDF ലീഡ് ചെയ്യുന്നൊരു മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ചുകൂടി ഒരു ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും. പക്ഷേ ടൈറ്റ് ഫൈറ്റ് ആണെന്ന് മാത്രമല്ല, അദ്ദേഹം വലിയ തോതിലുള്ള എഫേർട്ട് അവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാ മരണ വീടുകളും കല്യാണ വീടുകളും അതുപോലെ എല്ലാ കാര്യങ്ങളും തന്നെ അദ്ദേഹം വിസിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇത്തവണ ഒരു UDF തരംഗം കൂടി ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉണ്ടായാൽ ഈസിലി ജയിക്കാൻ കഴിയുന്ന, തനിക്ക് ജയിക്കാൻ കഴിയുന്ന, താൻ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുള്ള 2016 2021 മത്സരിച്ച് വലിയ തോതിൽ ജനങ്ങളുമായി ബന്ധമുള്ള അതിനു മുമ്പും തന്നെ ബന്ധമുള്ള ഒരു മണ്ഡലം എന്നുള്ള നിലക്ക് അദ്ദേഹം അത് വേണമെന്ന് ആവശ്യപ്പെടുന്നു. അല്ലെങ്കിൽ VS ശിവകുമാർ ഒരുപക്ഷെ LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലോ പിന്നെ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിലോ വന്നാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ജനം TV പറഞ്ഞുകൊണ്ടിരിക്കുന്നത് BJPയിലേക്ക് BJPക്കാർ അദ്ദേഹത്തെ സമീപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതിനേക്കാൾ കൂടുതൽ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പോലും ചിലപ്പോൾ അദ്ദേഹം വന്നേക്കാം എന്ന് പറയുന്ന ചില സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്.